ഹലോ ഡിയേഴ്സ്, അപ്പൊ നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ +1 ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്കിലോട്ട് എത്താൻ സാധിക്കട്ടെ. അതിനകത്ത് ഇന്ന് ഉച്ചക്ക് 3 മണിക്ക് വരുമെന്നാണ് ഒഫീഷ്യലി അതിനകത്ത് കൺഫർമേഷൻ നമുക്ക് അറിയാൻ സാധിച്ചത്. നേരത്തെ ചില വെബ്സൈറ്റുകൾ പറഞ്ഞ പ്രകാരം നമ്മൾ അതിനകത്ത് 10 o'clock പറഞ്ഞതായിരുന്നു. പക്ഷേ ഒഫീഷ്യലി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അതിനകത്ത് 3 മണിക്ക് ഉച്ചക്ക് 3 മണിക്കാണ് വരുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൂടി ഞാൻ പറയാം. 77 36 70 70 45. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. അതിനകത്ത് +1 ഇംപ്രൂവ്മെന്റിലെ മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ച് ആരും അതിനകത്ത് ഫെയിൽ ആവുന്നില്ല എന്ന് മനസ്സിലാക്കുക. റെഗുലർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ +2 മാർക്ക് കൂടുതൽ കിട്ടിയാൽ നിങ്ങൾ അവിടെ പാസ്സായി, കുറവുള്ള മാർക്ക്. അതല്ല നിങ്ങളിപ്പം കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം +2 മാർക്കിന്റെ കൂടെ കിട്ടിയാൽ അങ്ങനെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സേ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. റെഗുലർ സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ +2 മാർക്ക് ഇനിയിപ്പോൾ കുറഞ്ഞു പോയാലും ഒക്കെ നിങ്ങൾക്ക് സേ എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആർക്കും അത്തരത്തിൽ വരാതിരിക്കട്ടെ, നല്ല മാർക്ക് നിങ്ങൾക്ക് ലഭിക്കട്ടെ. അപ്പം ഇൻ കേസ് വന്നാൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് പേടിക്കാനില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ അത്തരത്തിൽ സേ ബാച്ചിൽ കണ്ടോ, നമ്മുടെ സ്റ്റുഡന്റ് അതിനകത്ത് നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് അല്ല, പിന്നെ അതിനകത്ത് ഫെയിൽ ആയതിനു ശേഷം നമ്മുടെ സേ ബാച്ചിൽ ജോയിൻ ആയ സ്റ്റുഡൻസ് ഒരുപാട് പേര് അങ്ങനെ +1 ഫെയിൽ ആയിട്ട് അങ്ങനെ പിന്നെ സേ എഴുതി എടുത്തിട്ടുണ്ട്. ഒത്തിരി നല്ല മാർക്കിലോട്ട് എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ കാര്യങ്ങളൊന്നും പേടിച്ചിരിക്കേണ്ട. അതിനകത്ത് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. ഒരുപാട് കേസുകൾ അത്തരത്തിൽ എന്താ പറയാ +1 ഇംപ്രൂവ്മെന്റിൽ മാർക്ക് കുറഞ്ഞിട്ടും പിന്നെ അതിനകത്ത് +2 ഇൻ കേസ് മാർക്ക് കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇനിയും ഓപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് റിസൾട്ട് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞ സൈറ്റുകളെ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. അതിൽ നിങ്ങൾ നോക്കുക. 3 മണിക്ക് എന്തായാലും അപ്ഡേറ്റഡ് അതിനകത്ത് റിസൾട്ട് വരും. അപ്പൊ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കൂട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.